പരിശുദ്ധന്മാരുടെ ജീവിതം ദൈവമക്കളുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ്. മോറോഗീൻ ബാവായുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് അറിയുന്നത് വിശ്വാസം കൂടുതൽ കെട്ടുറപ്പാക്കുന്നതിനും ദൈവികതയിലൂടെയുള്ള വളർച്ച കൈവരിക്കുന്നതിന് ഉൾപ്രേരണയുണ്ടാക്കുന്നതും ആണ്. ഈജിപ്തിലെ കിസ്മ ദ്വീപിൽ ഇപ്പോഴത്തെ ആധുനിക സ്വിസ് തീരത്ത് 3-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജനിച്ച് കർത്താവായ യേശു മിശിഹായുടെ കൃപയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് ആ വലിയ സ്നേഹത്തെ സുശേഷിക്കുവാൻ ജന്മദേശം ഉപേക്ഷിച്ച് സിറിയ ചുറ്റി മെസൊപ്പൊട്ടേമിയയിലെ എസിബസിൽ എത്തിയ താപസ വിശുദ്ധനാണ് മോർ ഔഗീൻ. എന്നേക്കും നിലനിൽത്തക്കവണ്ണം ഒരാത്മീയ സമ്പത്ത് കോരിക്കൂട്ടുവാൻ എല്ലായ്പ്പോഴും പ്രവർത്തനോന്മുഖമായിരുന്ന ജീവിതരീതി അവലംബിച്ചവനായിരുന്നു മോർ ഔഗീൻ. വിശുദ്ധൻ തൻ്റെ മുഖത്ത് പാടപോലിൽ മൂടി ധരിച്ചുകൊണ്ട് പവിഴമുത്തുകൾ മുങ്ങിത്തപ്പി വാരാനായി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിരുന്ന ഇദ്ദേഹം അവ വിറ്റ് കിട്ടിയിരുന്ന പണം എല്ലാം തന്നെ ദേവാലയങ്ങൾക്കും ദേറാകൾക്കും ദരിദ്രർക്കും വിധവമാർക്കും അംഗവൈകല്യമുള്ളവർക്കും അഗതികൾക്കുമായി അദ്ദേഹം ദാനം ചെയ്തുകൊണ്ടിരുന്നു. പക്കോമ്യസ് പിതാവിൻ്റെ ദേറായിൽ നിന്നും അദ്ദേഹം ദേറാവസ്ത്രം സ്വീകരിച്ചു. തൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായി നൽകുവാൻ ദൈവത്തോട് യാചിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവിൻ്റെ അനുയായികളുടെ പുണ്യകർമ്മങ്ങൾ മനസ്സിലാക്കി അതിനെ അനുകരിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ഈ വിധമുള്ള ആത്മീയ കടമകൾ ഏകദേശം 25 വർഷം തുടർന്നുകൊണ്ട് പിന്നിട്ടപ്പോൾ ദൈവം മോർ ഔഗീൻ്റെ ഉദ്ദേശശുദ്ധിയെ അംഗീകരിച്ച് പ്രതിഫലമായി അത്ഭുതങ്ങൾ നിർവഹിക്കുവാനുള്ള അധികാരം പ്രത്യേകിച്ചും കടലിൽ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് തൻ്റെ കഠിനയത്നത്തിന് പ്രത്യുത്തരം നൽകി. കപ്പലുകളിൽ നിന്നും ദുര്യോഗങ്ങളെ അകറ്റുവാനുള്ള വിശുദ്ധവരം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. കരയിൽ നടക്കുന്നത് പോലെ തന്നെ കടലിലൂടെ നടക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. കടൽ കൊള്ളക്കാരിൽ നിന്നും വ്യാപാരികളുടെ കപ്പലിനെ രക്ഷിക്കുവാൻ മോർ ഔഗീൻ പ്രാർത്ഥിക്കുകയും തൽഫലമായി ഒരു ശക്തമായ കൊടുങ്കാറ്റ് അടിച്ച് കടൽ കൊള്ളക്കാരുടെ കപ്പലിൻ ദിശ മാറുകയും വ്യാപാരികളുടെ കപ്പൽ തുറമുഖത്തേക്ക് അടുക്കുകയും ചെയ്തു. വ്യാപാരികൾ അദ്ദേഹത്തിന് 30 സ്വർണ്ണത്തുട്ടുകൾ ദാനം ചെയ്യുകയും അദ്ദേഹം അത് ഉപയോഗിച്ച് ഒരു ദേറ പണിയുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ കടൽക്കാറ്റിൽ നിന്നും കപ്പൽ യാത്രക്കാരെ തൻ്റെ പ്രാർത്ഥന കൊണ്ട് രക്ഷിക്കുകയുണ്ടായി. തന്നെ പുകഴ്ത്തുന്നതിലും ബഹുമാനിക്കുന്നതിനും മോർ ഔഗീൻ താല്പര്യം കാണിക്കാതെ അവിടെ നിന്നും ഓടി മാറിക്കൊണ്ടിരുന്നു. തൻ്റെ യാത്രയിൽ ദുരാത്മാവ് ബാധിച്ച ഒരുവനെ കണ്ടുമുട്ടുകയും അദ്ദേഹം അവനെ സൗഖ്യമാക്കുകയും ചെയ്തു. കുടിവെള്ളമില്ലാതിരുന്ന ഇടങ്ങളിൽ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് കണ്ട് അദ്ദേഹവും ശിഷ്യന്മാരും മൺകലങ്ങളിൽ ദിവസവും വെള്ളം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഗ്രാമവാസികളെല്ലാം ആദരിക്കുന്നവളും 3 വർഷമായി രക്തസംബന്ധിയായ ഒരു ഗുരുതര രോഗം ബാധിച്ചിരുന്നവളുമായ സ്ത്രീയെ തൻ്റെ കൈനീട്ടി വിശുദ്ധ സ്ലീബായാൽ 3 പ്രാവശ്യം അനുഗ്രഹിക്കുകയും തൽക്ഷണം അവൾ സൗഖ്യം പ്രാപിക്കുകയും വേദനയിൽ നിന്ന് വിമുക്തയാവുകയും ചെയ്തു. തൻ്റെ ദേറ കൊള്ളയടിക്കാൻ വന്ന പേർഷ്യൻ സൈന്യത്തിൻ്റെ മേൽ തൻ്റെ പ്രാർത്ഥനയാൽ ഒരു കാർമേഘം വന്ന് മൂടുകയും അങ്കലാപ്പിലായ സൈന്യം ഇരുട്ടിൽ പരിഭ്രാന്തരാവുകയും അതിൽ നിന്ന് പുറത്തു വന്ന ചിലർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മോർ ഔഗീനെ കാണുകയും തങ്ങളോടും തങ്ങളുടെ കൂടെയുള്ളവരോടും ദയ കാണിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം അപ്രകാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രകാശം കടന്നു വരികയും സൈന്യം തിരികെ പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളിലൂടെ അനേകർ ക്രിസ്തുവിശ്വാസികളെ മാറി. മരണപ്പെട്ട ബാലനെ പ്രാർത്ഥിച്ചുയർപ്പിച്ചതിലൂടെ അദ്ദേഹം ഏറെ പ്രസിദ്ധനായി. സിറിയയിലെ ക്രൈസ്തവ സന്യാസി പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഈ വിശുദ്ധൻ സ്ഥാപിച്ച ദേറ ആകമാന സിറിയൻ സഭയുടെ നിയന്ത്രണത്തിൽ ടർക്കിയുടെ തെക്ക് കിഴക്ക് തുരുദ്ദീൻ പ്രദേശത്തുള്ള ഇസ്ലോ പർവ്വതനിരകളിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. പരിശുദ്ധൻ തൻ്റെ അന്ത്യയാത്രയ്ക്കായി ഒരുങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ സഹായി സമയമായപ്പോൾ ഒരു മാലാഖ മോർ ഔഗീനോട് ചേർന്ന് നിൽക്കുന്നതായി കണ്ടു. ഈ സഹായി ദേറായിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും തങ്ങളുടെ പരിശുദ്ധൻ മരണത്തോട് ഏറ്റവും സമീപിച്ചുവെന്ന് മനസ്സിലാക്കി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. ദൈവം തൻ്റെ ആത്മാവിനെ നിത്യതയുടെ പ്രകാശ കൂടാരങ്ങളിലേക്ക് വിളിച്ച ആ സമയത്ത് ആ മുറി മുഴുവൻ ശക്തമായ സുഗന്ധം കൊണ്ട് നിറഞ്ഞു. 3000-ഓളം സന്യാസിമാരും പട്ടക്കാരും ശമാശന്മാരും വിശ്വാസികളും അടങ്ങുന്ന ജനാവലി പരിശുദ്ധൻ്റെ സംസ്കാരത്തിനായി തടിച്ചുകൂടി. മോർ ഔഗീൻ പണിത ബലിപീഠത്തിന് കീഴെയായി ഒരു ഗുഹയിൽ അദ്ദേഹത്തെ കബറടക്കി. ദൈവസന്നിധിയിലുള്ള പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ഇന്നും വിശ്വാസികൾക്കിടയിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
മോറോഗെയിൻ ബാവായുടെ മധ്യസ്ഥത നമുക്കും നമ്മുടെ ഭവനങ്ങൾക്കും കാവലും കോട്ടയും ആയിരിക്കട്ടെ.